ശിക്ഷ വിധിക്കുന്നു. ഇതിൽ പ്രധാനമായും തന്നെ പ്രതികളെല്ലാം തന്നെ ഇത് നിഷേധിക്കുന്നു. ഒന്നാം പ്രതി ഒഴിച്ച് മറ്റുള്ളവർക്ക് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന രീതിയിലേക്കാണ് കൂടുതലായിട്ടും തന്നെ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കോടതി ഈ കൂട്ടബലാത്സംഗം സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്നാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നത് കോടതി പറയുകയും ചെയ്യുന്നു. മറ്റ് പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കണം എന്നത് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രതികളുടെ ഒരു മുൻകാല പശ്ചാത്തലം ഇതെല്ലാം തന്നെ പരിഗണിച്ച് വേണം ശിക്ഷ വേണ്ടതെന്നും കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ കാര്യങ്ങൾ അത്രയും കോടതി പറയുമ്പോൾ 2 മുതൽ 6 വരെ പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് പ്രതിക്ക് കുറ്റകൃത്യം ചെയ്യാൻ കഴിയുക എന്നത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂട്ടബലാത്സംഗ കുറ്റം മുഴുവൻ പ്രതികൾക്കെതിരെയും നിലനിൽക്കുമോ എന്നതടക്കം ഈ സംശയങ്ങളുമായിട്ട് പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്. ഇത് കൂട്ടബലാത്സംഗ കേസ് തന്നെയാണ് എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ശിക്ഷ സമൂഹത്തിന് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമായി മാറണമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയാണ് ഡാനി, കാരണം പ്രോസിക്യൂഷൻ അത്തരമൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ് 3:30 2.5 മണിക്കൂറത്തെ കാത്തിരിപ്പ് കൂടി. ഇനി എന്തായിരിക്കും കേരളം കാത്തിരിക്കുന്ന നടിയാക്രമണ കേസിന്റെ വിധി എന്നറിയാൻ ഈ 2.5 മണിക്കൂറത്തെ കാത്തിരിപ്പുണ്ട്. ഏറ്റവും അവസാനമായി കോടതിയും പ്രോസിക്യൂഷനും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു ശിക്ഷയാണ്, ഒരു താക്കീതാകേണ്ട ശിക്ഷയാകണം പ്രതികൾക്ക് നൽകണം. പക്ഷെ അവിടെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ശിക്ഷ വിധിക്കേണ്ടതെന്ന്. എന്താണെന്ന് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ? ടോം, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സൊസൈറ്റിക്ക് വേണ്ടി, അതായത് സമൂഹത്തിന് വേണ്ടി വിധി പറയാൻ കഴിയില്ല, സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടി വിധി പറയാം. കോടതി വിധികൾ അങ്ങനെയാണ് വരേണ്ടത് എന്നതാണ് പ്രധാനമായും കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ നിബു സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് സുപ്രീം കോടതിയിൽ ഇത്തരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, ഇത്തരം ക്രിമിനൽ കേസുകൾ, റേപ്പ് കേസുകൾ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വാർത്താമാധ്യമങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലും, ഈ കേസ് ആരംഭിച്ചപ്പോൾ മുതൽ ചില ആളുകൾ കോടതിക്കകത്തും പുറത്തും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന പരാമർശവും, അത്തരത്തിൽ കർശനമായ താക്കീത് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും അടക്കം കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സൂക്ഷിക്കണം എന്ന പരാമർശം ഓപ്പൺ കോടതിയിൽ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ശക്തമായ താക്കീതാണ് കേസ് ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇന്ന് പ്രധാനമായി നടന്നത് 6 പ്രതികളെയും നേരിട്ട് കേട്ടു. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ള വാദങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. എല്ലാവരും തന്നെ, ഒന്നാം പ്രതി പൾസർ സുനി, അദ്ദേഹത്തിന്റെ അമ്മ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്, അമ്മയുടെ അസുഖം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടു. മറ്റ് പ്രതികളെല്ലാം തന്നെ തങ്ങൾ കുറ്റകൃത്യം ചെയ്തിട്ടില്ല, കുറഞ്ഞ ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ടു. ഒരു പ്രതി മാത്രം തലശ്ശേരി ആണ് എന്റെ വീട്, അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടു. അതിനുശേഷമാണ് പ്രോസിക്യൂഷന്റെ വാദമുണ്ടായി. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഇത് ക്രൂരമായ ഒരു ബലാത്സംഗമാണ്, അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും മാക്സിമം ശിക്ഷ നൽകണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് 376D ആണ്. അത് ഗ്യാങ് റേപ്പാണ്, കൂട്ട ബലാത്സംഗമാണ്. ആ കൂട്ട ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 20 വർഷം, മാക്സിമം ജീവപര്യന്തം. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ്, ഇനി അവശേഷിക്കുന്ന ജീവിതമാണോ എന്ന കാര്യത്തിലുള്ള ഒരാശയക്കുഴപ്പവും കോടതിയും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറും ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് അങ്ങേറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആയതുകൊണ്ട് മാക്സിമം ശിക്ഷ നൽകണം എന്ന് പറയുമ്പോൾ ജീവപര്യന്തം നൽകണം. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ, ജീവപര്യന്തം എന്നതിന് ഇനിയുള്ള ജീവിതം, റെസ്റ്റ് ഓഫ് ദ ലൈഫ് മുഴുവൻ ശിക്ഷ നൽകണം എന്ന ഒരു വാദം പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, റിഫോർമേറ്റീവ് തിയറി, അതായത് ഈ റിഫോം ചെയ്യുക, കുറ്റവാളികളെ വീണ്ടും പുനരധിവസിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ കുറ്റവാസനയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ഒരു ജസ്റ്റിസ് ഭഗവതിയുടെ ഒരു തിയറി ആണ്, ക്രൈം ഈസ് എ ഡിസീസ്, ക്രിമിനൽ ഈസ് എ പേഷ്യന്റ്. അപ്പൊ അതുകൊണ്ട് ഡിസീസിനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന ഒരു നിഗമനമുണ്ട്. അതെല്ലാം അവിടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ അടക്കമുള്ള ആളുകളുടെ പേര് പരാമർശിക്കുകയും ചെയ്തു. ആ റിഫോർമേറ്റീവ് തിയറിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ നിലപാട് ആരാഞ്ഞു. പക്ഷേ ഇത് ഇനി ഒരിക്കലും
ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ അത്ര ക്രൂരമായ ഒരു കുറ്റകൃത്യമായതുകൊണ്ട് എല്ലാ പ്രതികൾക്കും 6 പ്രതികൾക്കും മാക്സിമം പണിഷ്മെന്റ് നൽകണം എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും എടുത്തത്. എന്നാൽ ഈ റിഫോർമേറ്റീവ് തിയറിയുടെ അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ബലാത്സംഗത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഏവൻ മാത്രമാണ്, സുനി എന്ന് വിളിക്കുന്ന പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. അതിനായിട്ടുള്ള മറ്റ് സഹായങ്ങൾ എയ്ഡുകൾ ചെയ്യുകയാണ് A22 A6, അതായത് 2-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ള പ്രതികൾ ചെയ്തിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഈ 2 മുതൽ 6 വരെ പ്രതികളുടെ സഹായമോ അതല്ലെങ്കിൽ അവരുടെ പ്രേരണയോ സഹായമോ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ബലാത്സംഗം തന്നെ നടക്കില്ലായിരുന്നു എന്ന ഒരു മറുവാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എല്ലാ കുറ്റവാളികൾക്കും മാക്സിമം പണിഷ്മെന്റ് നൽകണം എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ജഡ്ജി ആവർത്തിച്ച് ചോദിച്ചു, 1-ാം പ്രതി മാത്രമല്ലേ ബലാത്സംഗ കുറ്റം നേരിട്ട് ചെയ്തിട്ടുള്ളൂ, അതിനുവേണ്ട സഹായം നൽകി എന്നതാണ് മറ്റ് പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ കുറ്റവാളികൾക്കും ഒരേ ഗണത്തിലുള്ള ശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ ഒരു പുനരാലോചന ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 1-ാം പ്രതിക്ക് കടുത്ത ശിക്ഷയും 2 മുതൽ 6 വരെയുള്ള കുറ്റവാളികൾക്ക് അത്ര കടുത്തതല്ലാത്ത ശിക്ഷയും നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് CM പ്രകാശ്, ഇവിടെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും കേട്ടു. കോടതി അതിനിടെ ചോദിച്ചു അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പക്ഷേ നമുക്കറിയാം, അതിജീവിതയുടെ അഭിഭാഷക നേരത്തെ ഇവിടെ ഈ കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷെ അവർ കോടതിയിൽ നിന്ന് ഹാജരായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ പ്രതിഷേധിച്ചുകൊണ്ട് മാറി നിന്നതായിരിക്കുമോ? അത് വ്യക്തമല്ല. അവരെന്തുകൊണ്ടാണ് ഹാജരാകാത്തതെന്നെ സംബന്ധിച്ച് മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ഇരയുടെ അഭിഭാഷകർ ആരെങ്കിലും ഹാജരാകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആവർത്തിച്ച് ഓപ്പൺ കോടതിയിൽ ചോദിച്ചു. ആരും തന്നെ അഭിഭാഷകരാരും തന്നെ ഹാജരായില്ല. പ്രോസിക്യൂഷന്റെയും മറ്റ് പ്രതികളുടെയും വാദങ്ങളാണ് പ്രധാനമായും നടന്നത്. നിർഭയ കേസ്, അതായത് ഡൽഹിയിലെ നിർഭയ കേസാണ് ഈ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് സമൂഹ മനസാക്ഷിയിലെയും ഒപ്പം തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ നിയമനിർമ്മാണ സഭയും അടക്കം വളരെ സജീവമായി ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില അമെന്റ്മെന്റുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആ നിർഭയ കേസിന്റെ അത്രയും ഗ്രാവിറ്റി ഈ കേസിലില്ല എന്ന വാദമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രധാനമായും ഉയർത്തിയത്. നിർഭയ കേസിലാണ് മാക്സിമം പണിഷ്മെന്റ് എന്ന ഒരു തിയറി വർക്കൌട്ട് ചെയ്തത്. അതുകൊണ്ട് ആ നിർഭയ കേസിന്റെ അതേ കൂട്ടബലാത്സംഗത്തിന്റെ അതേ ഗ്രാവിറ്റി ഈ കേസിലില്ല എന്ന നിലപാട് പൾസർ സുനിയുടെ അഭിഭാഷകനും കോടതിയിൽ സ്വീകരിച്ചു. പക്ഷേ നിർഭയ കേസിന് സമാനമായ രീതിയിൽ തന്നെ, കാരണം ഒരു വാഹനത്തിലിട്ട് അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യുക, അതും ഒരു കൊട്ടേഷൻ പ്രകാരമുള്ള കൂട്ടബലാത്സംഗം, അതിനും ഗൗരവമുള്ള, കാരണം രാജ്യത്ത് തന്നെ ഒരു അസാധാരണമായ കേസായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഈ കേസ് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു സാധാരണ ഒരു പെൺകുട്ടിയല്ല ഈ അതിജീവിത. കേരളത്തിൽ വളരെ അറിയപ്പെടുന്നൊരു നടിയാണ്. സ്വാഭാവികമായും അത്തരമൊരു കേസുകളിൽ ഒരു മാതൃകാപരമായ ശിക്ഷ നൽകിയാൽ അത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച പോലെ അതൊരു സമൂഹത്തിന് നൽകുന്ന, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടി ആകണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ശിക്ഷ 3 തരത്തിലാണ്. അതായത് ശിക്ഷ കുറ്റവാളികൾക്ക് ഇനി കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ഒപ്പം തന്നെ കുറ്റവാളിയെ ഇനി അത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. മറ്റ് മനുഷ്യർക്ക് മറ്റ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്താൽ ഇത്ര കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ഒരിത്. ഒപ്പം തന്നെ അവരെ റിഫോം ചെയ്യാനുള്ള ഒരു ഇടപെടലും, ഈ കുറ്റവാസനയിൽ നിന്നും അവരെ മോചിതരാക്കുക, ഒരു പരിവർത്തനത്തിനുള്ള ഒരു സമയം നൽകലും. അതുകൊണ്ട് അത്തരത്തിലുള്ള 3 കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങേയറ്റം പൈശാചികവും ക്രൂരമായ ബലാത്സംഗത്തിനാണ് ആ അതിജീവിത നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും രൂക്ഷമായിട്ടുള്ള കുറ്റം, അതിന് അനുഗുണമായിട്ടുള്ള ശിക്ഷ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതിയലക്ഷ്യ ഹർജികൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയലക്ഷ്യ ഹർജികൾ 3-4 കോടതിയലക്ഷ്യ ഹർജികൾ കോടതിയിൽ പരിഗണനയ്ക്ക് വന്നിരുന്നു. അത് ഇന്ന് ഇതിനുശേഷം പരിഗണിക്കുകയും ചെയ്തു. അതെല്ലാം 18-12 ഡിസംബർ 18-ാം തീയതി പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് 8-ാം പ്രതിയായിരുന്ന ദിലീപിന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. ആ പാസ്പോർട്ട് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ അഭിഭാഷകൻ ഇന്ന് ഒരു അപേക്ഷ നൽകി. എന്നാൽ അതിനെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ് ചെയ്തത്. അപ്പീല് ഹൈക്കോടതിയിൽ
ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കാൻ അപ്പീൽ സമയമുണ്ട്. അതിനുശേഷമേ അത് നൽകാവൂ എന്ന ഒരു വേഗമായിട്ടുള്ള ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമാണ് പാസ്പോർട്ട് എന്നതിനാൽ അതിനെ എതിർക്കാൻ കഴിയുമോ എന്ന മറുചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഈ പാസ്പോർട്ട് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് 18/12 ഡിസംബർ 18 ഇതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികളും ഒപ്പം തന്നെ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു കിട്ടുന്ന അടക്കമുള്ള ഹർജികളും പരിഗണിക്കും. ഏതായാലും ഇന്ന് 3:30 CM പ്രകാശ് നമുക്കറിയാം